ചിലപ്പോഴൊക്കെ നമ്മുടെ പല പ്രശ്നങ്ങൾക്കും നമുക്ക് വേണ്ടത് നമ്മളെ കേൾക്കുന്ന ഒരാളെയാണ്. പീപ്പിൾ ഡോണ്ട് നീഡ് അഡ്വൈസസ്, സൊല്യൂഷൻസ് വേണ്ട, ആൻസേഴ്സ് വേണ്ട. ദേ ജസ്റ്റ് നീഡ് എ ലിസണർ. നമ്മളെ ജഡ്ജ് ചെയ്യാത്ത, നമ്മൾ സംസാരിക്കുന്നതിന് ഇന്ററപ്റ്റ് ചെയ്യാതെ, നമ്മൾ പറയുന്നത് കേട്ട് ഇതൊക്കെ എല്ലാവർക്കും ഉള്ള പ്രശ്നങ്ങളാണെന്ന് നോർമലൈസ് ചെയ്യാത്ത, അതിലുപരി നമ്മളെ മറ്റുള്ള ആൾക്കാരുമായി കമ്പയർ ചെയ്യാത്ത കുറച്ച് പേർ, കുറച്ചല്ലെങ്കിൽ ഒരാള് നമ്മുടെ ഇമോഷൻസിനെ നമ്മളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരാൾ. ഒരു ഗുഡ് ലിസണർ എന്ന് പറഞ്ഞാൽ ചുമ്മാ നമ്മളിങ്ങനെ ഇരുന്ന് കേൾക്കാനുള്ള ഒരാൾ മാത്രമല്ല, അത് ആരെ കൊണ്ടും പറ്റും. ഈവൻ എ സ്ട്രേഞ്ചേഴ്സ് ക്യാൻ ഡു. ഒരു ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഇമോഷണൽ സപ്പോർട്ട് എന്നത് അവരെ ഫിക്സ് ചെയ്യുക എന്നല്ല, അണ്ടർസ്റ്റാൻഡിങ് ദം, അക്സെപ്റ്റിംഗ് ദം ദ വേ ദേ ആർ. അവരുടെ ഇമോഷൻസ് ഒന്നും റോങ് അല്ല, അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സ് ഒന്നും റോങ് അല്ല, അതൊന്നും ഓവർ അല്ല, അല്ലെങ്കിൽ അതൊന്നും ഡ്രാമ അല്ല എന്ന് അവരെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സേഫ് സ്പേസ് ആയിരിക്കണം ആ മനുഷ്യൻ. ചിലപ്പോഴൊക്കെ മനുഷ്യർക്കും മരുന്നാവാൻ സാധിക്കും. ഞാൻ എന്റെ എക്സ്പീരിയൻസ് എന്ന് പറയാണ്, എത്ര വലിയ മെന്റൽ ഇഷ്യൂ ആണെങ്കിലും അതിനൊരു റൂട്ട് കോസ് എന്ന് പറയുന്നത് ആ ഒരു ലാക്ക് ഓഫ് ഇമോഷണൽ സപ്പോർട്ട്, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണ് എന്നുള്ളൊരു തോന്നൽ നിന്ന് ഉണ്ടായതായിരിക്കാം. മേ ബി അത് നമ്മൾക്ക് ആ ഒരു ഇമോഷണൽ സപ്പോർട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റിയാൽ ആ കൈവിട്ടുപോയ മനസ്സിനെ തിരിച്ചു പിടിക്കാൻ സാധിച്ചേക്കും. ഈ മെഡിസിൻസ് ഒന്നും വേണ്ടെന്നല്ല, ബട്ട് സംടൈംസ് ഹ്യൂമൻസ് ഓൾസോ ക്യാൻ ഡു മിറാക്കിൾസ്. നീ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണെങ്കിൽ പ്ലീസ് റിമെമ്പർ ദിസ്. ഇമോഷണലി ഒരു സപ്പോർട്ട് ആവശ്യമുള്ളത് ഇറ്റ്സ് നോട്ട് എ വീക്ക്നെസ്, ഇറ്റ്സ് ബിക്കോസ് യു ആർ എ ഹ്യൂമൻ. ഹ്യൂമൻസ് ആർ ഇന്റർഡിപെൻഡന്റ് ക്രിയേച്ചേഴ്സ്. അതല്ല, നീ ഒരു ലിസണർ ആണെങ്കിൽ യുവർ എംപതി മേ ബി ദ റീസൺ ഫോർ someone survives a really hard day. Sometimes the purest form of love is listening.